ഇന്നും ഒരു ചക്കക്കഥയാണ് കേട്ടോ. ചക്കക്കഥ എന്ന് പറയാൻ കാരണം നമുക്ക് എപ്പോഴെപ്പോഴും ചക്ക കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു വാല്യൂ ഇല്ല. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറേ ദിവസത്തിന് ശേഷമാണ് ചക്ക കിട്ടിയത്. അപ്പം അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ വിയറ്റ്നാമേർലി അങ്ങനെ ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല മണം വന്നുണ്ടായിരുന്നു. അപ്പം നല്ല മൂത്ത ചക്ക ദേ സണ്ണിചേട്ടൻ പറിച്ച് എടുത്ത് ദേ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ആ ഒരു സന്തോഷം ആ മുഖത്ത് കാണാം. കാരണം സ്വന്തമായിട്ട് കുഴിച്ചിട്ട് വളമിട്ട് അതിൽ നിന്ന് ചക്ക ആണെങ്കിലും ചക്ക മാത്രമല്ല എന്ത് ഫലമാണെങ്കിലും നമ്മൾ അതിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ഇതായിരുന്നു. നല്ല മധുരമുള്ള ചക്കയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷം സണ്ണിചേട്ടനാണ്. കാരണം നമ്മൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതെന്തിട്ട് എല്ലാവരും ചെയ്യണതല്ലേ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഞങ്ങളുടെ ഒരു സന്തോഷം ഷെയർ ചെയ്തു എന്ന് മാത്രം. നമ്മൾ തന്നെ കുഴിച്ചിട്ട് വളമിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ, അതൊരു വേറൊരു സന്തോഷമാണ്. നമ്മൾ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് നമുക്ക് തിരിച്ചും നല്ല രീതിയിൽ ഒരു ഫലം കിട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച് സ്നേഹിച്ച പോലെ തന്നെ ചക്ക നല്ല രീതിയിൽ നമ്മൾ തിരിച്ച്, ചക്കയല്ല പ്ലാവ് നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്നേഹിച്ച് നല്ല ഫലം തന്നായിരുന്നു. കുറേ ഫലം തന്നിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെല്ലാം നടക്കുന്നേ. അപ്പോൾ ശുഭദിനം.